മാത്രമല്ല ഓരോ വിദ്യാർത്ഥിയുടെ ജീവിതം തന്നെ വിദ്യാർത്ഥിയായി മാറ്റണമെന്നതാണ് നമ്മളെ എല്ലാവരെയും മുന്നോട്ട് വയ്ക്കുന്ന ചിന്താവിഷയം. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന മഹാനായ ശാസ്ത്രജ്ഞനും നമ്മളെ ഏവരെയും പ്രേരിപ്പിച്ച ആ ധീരനായ നേതാവിന്റെ ജന്മദിനമാണ്. അദ്ദേഹം പറഞ്ഞതാണ്, ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം. ഇതിൽ പറയുന്നത് നമുക്കെല്ലാവർക്കും വലിയ വലിയ സ്വപ്നങ്ങളും വലിയ വലിയ ആഗ്രഹങ്ങളുണ്ട്. അത്രയും വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിട്ട് നമുക്കൊരു ദിവസം രാത്രി സമാധാനത്തിൽ ഉറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ തോൽവിക്ക് നേരെ പോവുകയാണ്. എല്ലാ ദിവസവും വെറുതെ ഇരുന്ന് ടൈം വേസ്റ്റ് ചെയ്ത് ലൈഫിൽ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് എൻ്റെ ലൈഫിൽ മാത്രം ഒന്നും നടക്കണില്ല, ഞാൻ വിചാരിച്ചതൊന്നും ശരിയാവണില്ല എന്ന് കുറ്റം പറയുന്നതിന് പകരം പുഷ് യുവർസെൽഫ്, നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞവർ മുമ്പ് ചെയ്ത് കാണിക്കുക. നമ്മുടെ സ്റ്റോറികൾക്ക് ആരും ഉണ്ടാവില്ല അൺടിൽ യു സക്സീഡ്. നമ്മളാണ് നമ്മുടെ സ്റ്റോറി എങ്ങനെയായിരിക്കുമെന്ന് തീരുമാനിക്കേണ്ടത്. വലിയ വലിയ സ്വപ്നങ്ങളാണ്, അതിനുവേണ്ടി നന്നായി പരിശ്രമിക്കുക. പിന്നെ നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുണ്ട്, അങ്ങനെ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിനുവേണ്ടി ടൈം കണ്ടെത്തി എഫേർട്ട് ഇട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ അത് നമുക്ക് നേടാൻ സാധിക്കില്ല. പിന്നെ എപ്പോഴും ഒരു കാര്യം ഓർക്കുക, നോ റിസ്ക് നോ സ്റ്റോറി. ലൈഫിൽ റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുള്ളൂ. അതിനൊരു എക്സാമ്പിളായിട്ട് കലാം സാറിനെ തന്നെ എടുക്കാം. അദ്ദേഹം അന്ന് റിസ്ക് എടുക്കാൻ ഭയങ്കര മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മഹാനായ ശാസ്ത്രജ്ഞനാകാൻ കഴിയില്ലായിരുന്നു. നിങ്ങൾ ടീച്ചേഴ്സ് എല്ലാവർക്കും നിങ്ങളെല്ലാവരും നല്ല നിലയിൽ പഠിച്ച് നല്ലൊരു പൊസിഷനിലെത്തണം, ഇത് മാത്രമേ ആഗ്രഹമുള്ളൂ. നിങ്ങൾ നല്ല പൊസിഷനിലെത്തി നിങ്ങളുടെ പാരൻസിനെ നല്ലവണ്ണം നോക്കും. കാരണം നിങ്ങളുടെ പാരൻസാണ് നിങ്ങൾക്ക് വേണ്ടി പഠിക്കാനുള്ള എല്ലാം എത്ര ബുദ്ധിമുട്ടിയാലും അതിലുള്ള വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരണം. അതായത് പഠിക്കാൻ വേണ്ടി എല്ലാ ബുക്സ് വായിച്ചു തരണം, മറ്റുള്ള യൂണിഫോമും അതൊക്കെ. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളൊക്കെ ഫീസൊക്കെ ഉണ്ട്, കുറേ ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് തരണം. അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളൊരു നല്ല നിലയിൽ എത്തിയ ശേഷം അത് നിങ്ങളുടെ പാരൻസിനെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. നല്ല രീതിയിൽ നോക്കണം, സ്നേഹത്തോടെ നോക്കണം. അത് നിങ്ങൾ ചെയ്യുമ്പോൾ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് തരുന്ന ഫ്ലവേഴ്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ ഒരു സ്കൂളിനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഗാർഡൻ ആക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും യുണീക്കാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്കില്ലും എബിലിറ്റിയും കേപ്പബിലിറ്റിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ യുണീക്നെസ് നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ലൊരു സ്റ്റുഡൻ്റ് ആവാൻ സാധിക്കട്ടെ. നല്ല സ്റ്റുഡൻസ് ആണ് എല്ലാവരും, ഇനിയും അതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. അതേപോലെ ഒരു വ്യക്തിയുടെ ലൈഫ് എടുക്കുകയാണെങ്കിൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പീരീഡ് ഇൻ എ പേഴ്സൺസ് ലൈഫ് എന്നുള്ളത് സ്റ്റുഡൻസിന്റെ ലൈഫ് തന്നെയാണ്. സോ മാക്സിമം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുക, എൻജോയ് ചെയ്യുക. നല്ല ഒരു ഹാപ്പിനെസ്സും സാറ്റിസ്ഫാക്ഷനും സക്സസും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ പീരീഡ് ആണ് ഒരു മനുഷ്യന്റെ സ്റ്റുഡന്റ് ലൈഫ് എന്ന് പറയുന്നത്. സോ വിഷ് യു ഓൾ എ വെരി